സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് IPv4 ആണ്. ദാറ്റ് ഇസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4. നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചായിരുന്നു ലോജിക്കൽ അഡ്രസ്സിങ്. അപ്പോൾ രണ്ട് തരം ലോജിക്കൽ അഡ്രസ്സിങ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഇസ് IPv4 ആൻഡ് ഇറ്റ്സ് ഫ്രെയിം ഫോർമാറ്റ്സ് ആണ് മെയിൻ ആയിട്ട് നോക്കുക. അപ്പോൾ IPv4 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 ആണ്. ഇനി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ നിങ്ങൾ ഈ ഒരു ഫിഗർ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നെറ്റ്വർക്ക് മോഡൽസ് എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. OSI മോഡലും TCP/IP മോഡലും. അതിൽ TCP/IP മോഡലാണിത്. അതിൽ നമുക്കറിയാം നെറ്റ്വർക്ക് ലെയറിലാണ് നമ്മുടെ ഈ പറയുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഈ ഒരു നെറ്റ്വർക്ക് ലെയർ ആണ്. ഇതിലാണ് നമ്മുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസും വേറെ IGMP, ICMP, RARP, ARP അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് വരുന്നത്. Okay, now I'm going to explain what is IPv4 and what is its ഫ്രെയിം ഫോർമാറ്റ്. അപ്പോൾ IPv4 എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ്സ് ആണ് IPv4ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അൺറിലയബിൾ ആൻഡ് കണക്ഷൻലെസ്. അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഒരു പോസ്റ്റ്മാൻ. ജസ്റ്റ് തിങ്ക്, ഒരു പോസ്റ്റ്മാൻ നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ ആ പോസ്റ്റ്മാൻ ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ അഡ്രസ്സിലേക്ക് കൊടുക്കും. Thing is that the postman doesn't ensure that whether it has reached on the right hand. അതായത് രജിസ്റ്റേർഡ് ലെറ്റേഴ്സ് ഒഴികെ ബാക്കി ഏത് ലെറ്റേഴ്സും ആണെങ്കിലും ആ അയച്ച ആൾക്ക് തന്നെയാണോ അല്ലെങ്കിൽ ആളുടെ കയ്യിൽ കിട്ടിയോ എന്ന് ആരും അന്വേഷിക്കാറില്ല ആണല്ലോ. ചില ലെറ്റേഴ്സ് ഓൺ ദ വേ ലോസ് ആവാം, അല്ലെങ്കിൽ ചിലത് എത്തും, ഡെസ്റ്റിനേഷനിൽ എത്തും, പക്ഷെ ആ റൈറ്റ് പേഴ്സണ് കിട്ടണം എന്നില്ല. ദാറ്റ് ഈസ് അൺറിലയബിൾ അല്ലേ. അതായത് ഒരു ട്രസ്റ്റ് വർത്തി കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നത്. നമ്മളൊരു ലെറ്റർ അയച്ചു, അത് ആ അഡ്രസ്സ് കണ്ടെടുത്തുകൊണ്ട് അത് ഇട്ടു. അത് ആ അഡ്രസ്സിലേക്ക് കിട്ടിയോ കിട്ടിയില്ലേ എന്ന് ആ പോസ്റ്റ്മാൻ അന്വേഷിക്കുന്നില്ല. ദാറ്റ് ഈസ് എ മെയിൻ എക്സാമ്പിൾ ഫോർ അൺറിലയബിൾ. അപ്പോൾ IPv4 എന്ന് പറയുന്നതും ഏകദേശം അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ തിങ് കണക്ഷൻലെസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കണക്ഷൻലെസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ സ്വിച്ചിങ് പഠിച്ചപ്പോൾ കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ് പഠിച്ചായിരുന്നു. കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് ചാനൽ ഉണ്ടാവും, ആ ചാനലിൽ കൂടെ മാത്രമേ അത് ട്രാവൽ ചെയ്യുള്ളൂ. കണക്ഷൻലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വിധേനയും ഡെസ്റ്റിനേഷനിൽ എത്താം. ഏത് പാർട്ടി കൂടെ വേണമെങ്കിലും അത് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് എങ്ങനെയെങ്കിലും ഡെസ്റ്റിനേഷനിൽ എത്താം. അതാണ് അതിൻ്റെ മെയിൻ എയിം. ഇനി ഡാറ്റാഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കും ഡാറ്റാഗ്രാം നെറ്റ്വർക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാറ്റാഗ്രാം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫ്രെയിമിനെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ഫ്രെയിംസ് അല്ലെങ്കിൽ ഒരു മാനേജബിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡാറ്റാഗ്രാംസ് എന്ന് പറയുക, ഓർ വി ക്യാൻ സേ ഇറ്റ് ആസ് പാക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയ ഒരു സംഭവമാണ് നമ്മുടെ IPv4 പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് അൺറിലയബിൾ ആണ്, കണക്ഷൻലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ്. ഇനി സോ നമുക്ക് ഇതിനെല്ലാം കൂട്ടിയിട്ട് വി ക്യാൻ സേ ഇറ്റ് ആസ് എ ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി. ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് എറർ കൺട്രോളും എറർ ഡിറ്റക്ഷൻ ചെയ്യും, പക്ഷെ കൺട്രോൾ ചെയ്യത്തില്ല. ഓർ ഫ്ലോ കൺട്രോളും പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പോൾ നമ്മളൊരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് ഇറ്റ് ടു ദ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും, പക്ഷെ അത് ഡെസ്റ്റിനേഷനിൽ എത്തിയോ എത്തിയില്ലേ എന്നുള്ള ഒരു ഗ്യാരണ്ടി IPv4 തരത്തില്ല. ദാറ്റ് ഈസ് അൺറിലയബിലിറ്റി. Okay, so I think what is clear, you are clear with unreliable connectionless datagram protocol. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഡാറ്റാഗ്രാം ഫോർമാറ്റ് ആണ്. ഇച്ചിരി വലിയൊരു ഫോർമാറ്റ് ആണ്, ബട്ട് യു ഷുഡ് ഇറ്റ്സ് ഈസി. നമുക്ക് ഒരു പ്രാവശ്യം മനസ്സിലാക്കി പോയാൽ മതി, നമുക്ക് നല്ല ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ IPv4 ഡാറ്റാഗ്രാമിൽ നമുക്ക് യൂഷ്വലി ഞാൻ പറഞ്ഞു ഡാറ്റാഗ്രാംസ് ആണ് ഓരോ യൂണിറ്റ്സും. അപ്പോൾ ഒരു ഡാറ്റാഗ്രാമിന് ഒരു ഹെഡറും ഒരു ഡേറ്റ പോർഷൻ ഉണ്ടാവും. അതിൻ്റെ ഹെഡർ പോർഷനാണ് ഈ ഒരു എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സംഭവം. ഇനി നിങ്ങൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുക. അതായത് ഹെഡർ എന്ന് പറയുന്നത് 20 to 60 ബൈറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് ഇത് ഓൾ ടുഗെദർ 20 to 556 ബൈറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ 20 to 60 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഇതിൽ ഇത്രയും 1 2 3 4 5 6 റോസ് ഉണ്ട്, ആൻഡ് ഈച്ച് റോ ഇസ് 32 ബൈറ്റ്സ്. കാരണം എന്താ? IPv4ൻ്റെ ബിറ്റ് ലെങ്ത് എത്രയാ? 32 ആണ്. അപ്പോൾ ഇതിൽ 4 4 8 8 16 ബിറ്റ്സും കൂടെ ചേരുമ്പോൾ 32. അങ്ങനെ എല്ലാ റോയിലും എത്രയായിരിക്കും? 32 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിലും 32 ആണ്. ഇത് സോഴ്സ് IP 32 ബിറ്റ് ആയിരിക്കും, ഡെസ്റ്റിനേഷൻ IP 32 ബിറ്റ് ആയിരിക്കും, ഓപ്ഷൻ എന്ന് പറയുന്നതും 32 ബിറ്റ്സ് ആയിരിക്കും. ഇനി
ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ദിസ് ഇസ് ഓപ്ഷണൽ. അതായത് ഇത് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ IPv4 വർക്ക് ചെയ്യും. സോ മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് 5 ഫീൽഡുകളാണ്. 1 2 3 4 5. ഈ 5 ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, മാൻഡേറ്ററി ആണ്. അത് എന്തായാലും വേണം, എന്നാലേ IPv4 വർക്ക് ചെയ്യുള്ളൂ. സോ there comes the first or minimum length 5 into 4 bytes, that is 20 bytes. ഇത് ഇങ്ങനെയാണ് ഈ 20 bytes എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു 20 bytes എന്നുള്ള വാല്യൂ വന്നത്. കാരണം ഈ 5 ഫീൽഡ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, ഓപ്ഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. ബൈറ്റ്സിന്റെ ഇത് കിട്ടി, അതായത് 5 into 5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ഓരോ റോയും എത്ര, 4 bits, അതായത് 4 bytes, അതായത് 32 bits. ഓക്കെ, ഇനി അതാണ് 20. ഇനി മാക്സിമം, അതായത് 60 bytes വേണം. മാക്സിമം എങ്ങനെയാണ് കിട്ടുന്നത്, മാക്സിമം എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഇത് ടോട്ടലി 15 ആണുള്ളത്. ഇത് ഓപ്ഷൻസിന്റെ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ടോട്ടൽ 15 ആണുള്ളത്. 15 into 4 bytes എന്ന് പറയുന്നത് എത്രയാ, 60 bytes. ഓക്കെ, അപ്പോൾ മിനിമം എന്ന് പറയുന്നത് ഈ 5 റോസ് മാൻഡേറ്ററി ആണ്. സോ 5 into 4 bytes is 20. ഇനി മാക്സിമം 60 എങ്ങനെയാണ് കിട്ടിയത്, 15 ആണ് ഇത് ടോട്ടൽ. 15 into 4 bytes, ദാറ്റ് ഇസ് 60 bytes. ഇനി എങ്ങനെയാണ് 15 കിട്ടിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈ എന്താ പറയുക, പ്രോട്ടോകോള് ഉണ്ടാക്കിയപ്പം, അതായത് പ്രോട്ടോകോള് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫിക്സഡ് നമ്പർ ഓഫ് റോസ് ആണ് 15 എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഡൗട്ട്സ് വരാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. അപ്പോൾ ഓപ്ഷൻസ് മാത്രം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 into 4 ആയിരിക്കും, 40 bytes ആയിരിക്കും. എന്ത്, ഓപ്ഷൻസ് മാത്രം. 20 bytes ബാക്കി 5 മാൻഡേറ്ററി ഫീൽഡും, 40 bytes എന്ന് പറയുന്നത് ഓപ്ഷൻസ് മാത്രം. ടോട്ടൽ 60 bytes. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹെഡേഴ്സിലെ ഓരോ ഫീൽഡുകളാണ്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് വേർഷൻ, VER ആണ്. നമുക്കൊന്ന് നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫീൽഡ്, വേർഷൻ, ദാറ്റ് ഈസ് 4 bits. വേർഷൻ എന്ന് പറയുന്നത് കറൻ്റ്ലി നിങ്ങൾ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. IPv4 എന്ന് പറയുമ്പോൾ 4 ആണ് അതിൻ്റെ വേർഷൻ നമ്പർ. ഇപ്പം നമ്മൾ IPv6 ആണെങ്കിൽ വേർഷൻ വിൽ ബി 6. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹെഡർ ലെങ്ത് ആണ്. ഹെഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ നോക്കുന്ന, ഹെഡർ ലെങ്ത് നമുക്ക് 4 bitsലാണ് നമ്മൾ ഹെഡർ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഹെഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വേരീസ്, അതായത് 20 to 60 bytes വരെ അത് വേരി ചെയ്യും. സോ വി നീഡ് ടു ഗിവ് ദിസ് ഹെഡർ ലെങ്ത് വെദർ ഇറ്റ് ഹാസ്. അപ്പോൾ ഈ ഹെഡർ ലെങ്ത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലേന്ന്. കാരണം ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ദിസ് വിൽ ബി 20 അല്ലെങ്കിൽ 20 bytes എന്ന് പറയാം. ഇനി ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും, 60 bytes വരെ പോവാം, റൈറ്റ്? സോ that is when there is no options, the header length എന്ന് പറയുന്നത് എത്ര, 20 bytes ആയിരിക്കും. 5 into 4 20. when option field is at its maximum, അല്ലാതെ ഓപ്ഷൻ ഫീൽഡിൽ എല്ലാ ഫീൽഡും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 60 bytes വരെ അത് പോകും. സോ ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. ഇനി അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് സർവീസസ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ദിസ് ഇസ് 8 bits ഫീൽഡാണ് സർവീസസ്. അപ്പോൾ ഈ സർവീസസ് ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആദ്യം ആ ഫീൽഡിനെ സർവീസ് ടൈപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ അതിനെ വിളിക്കുന്നത് ഡിഫറൻഷിയേറ്റഡ് സർവീസസ് എന്നാണ് ആ ഫീൽഡിനെ. ഇനി 2 കോൺസെപ്റ്റും പറഞ്ഞുതരാം. അതായത് സർവീസ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് കാണിച്ചിരിക്കുന്നത്, ആൻഡ് ഡിഫറൻഷിയേറ്റഡ് സർവീസസ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. സർവീസ് ടൈപ്പ് ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ സർവീസ് ടൈപ്പ് എന്ന് പറയുന്നത് 8 ബിറ്റാന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ 8 ബിറ്റ് അല്ലെങ്കിൽ 8 സെല്ലുകൾ കാണാൻ പറ്റും. ഇനി ഇതിൽ ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് പ്രിസീഡൻസ് ബിറ്റാണ്. ഇപ്പം നമ്മൾ സർവീസ് ടൈപ്പാണ് പറയുന്നത്. ഈ ആദ്യത്തെ 3 ബിറ്റ് എന്ന് പറയുന്നത് പ്രിസീഡൻസ് ബിറ്റാണ്. ഇതെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സർവീസ് ബിറ്റ്സ് ആണ്, ടൈപ്പ് ഓഫ് സർവീസ് ബിറ്റ്സ്, ആൻഡ് ദിസ് ഇസ് പ്രിസീഡൻസ് ബിറ്റ്. ഇനി ഡി എന്ന് പറയുന്നത് ഡിലേ മിനിമൈസ് ചെയ്യുക, അതായത് ഇതിൽ വാല്യൂ വരുമ്പോൾ ഇറ്റ് വിൽ മിനിമൈസ് ദ ഡിലേ. ടി എന്ന് പറയുന്നത് മാക്സിമൈസ് ദ ത്രൂപുട്ട്. ആർ എന്ന് പറയുന്നത് മാക്സിമൈസ് ദ റിലയബിലിറ്റി, ആൻഡ് സി എന്ന് പറയുന്നത് മിനിമൈസ് ദ കോസ്റ്റ്. ഇതാണ് ഇതിൻ്റെ ടൈപ്പ് ഓഫ് സർവീസസ്, നമുക്ക് കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് സർവീസസ്. ഓക്കെ, ആദ്യത്തെ 3 ബിറ്റ് എന്താ, പ്രിസീഡൻസ് ബിറ്റാണ്. പിന്നെയുള്ള 4 ബിറ്റ് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് കാണിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ബിറ്റ്, ദിസ് ബിറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സർവീസസ് എന്താന്ന് പറഞ്ഞുതരാം.
ടൈപ്പ് ഓഫ് സർവീസസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ 3 ബിറ്റ് എന്ന് പറയുന്നത് 0 to 7 ആണ് കാണിക്കുക. ഇതെന്ന് പറയുന്നത് ഓരോ ഡാറ്റാഗ്രാമിൻ്റെയും പ്രയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസിഡൻസ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം 000 എന്ന് പറയുന്നത് ഏറ്റവും ലോ പ്രയോറിറ്റി ആയിരിക്കും. 111 എന്ന് പറയുന്നത് ഹയർ പ്രയോറിറ്റി ആയിരിക്കും. കാരണം ചില കേസസിൽ കൺജങ്ഷൻസ് ഉണ്ടാവും, അതായത് കുറേ ഡാറ്റാഗ്രാംസ് ഒരുമിച്ച് വരാം. അപ്പോൾ ചില റൂട്ടേഴ്സിന് ചില ഡാറ്റാഗ്രാംസിന് ഡിസ്കാർഡ് ചെയ്യേണ്ട കണ്ടീഷൻ വരും. അപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യുന്നത് ലോ പ്രയോറിറ്റി ഡാറ്റാഗ്രാംസിനെ ആയിരിക്കും. അപ്പോൾ ഡിപ്പെൻഡിങ്, അപ്പോൾ ഓരോ ഡാറ്റാഗ്രാം വരുമ്പോൾ അത് നോക്കും ഏതാണ് അതിൻ്റെ പ്രയോറിറ്റി, അതനുസരിച്ച് ഡിസ്കാർഡ് ചെയ്യണോ അല്ലെങ്കിൽ കയറ്റി വിടണോ എന്ന് ആലോചിക്കും. ഓക്കെ, പിന്നുള്ളത് TOS ആണ്. TOS എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സർവീസ് ആണ്. അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് സർവീസ് ഉണ്ട്? കോസ്റ്റ് ഉണ്ട്, ത്രൂപുട്ട് ഉണ്ട്, ഡിലേ ഉണ്ട്, പിന്നെ റിലയബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 ഫീൽഡാണ് നമുക്കുള്ളത്. ഇനി ഈ 4 ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 4-bit ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ 4 ബിറ്റിൽ 000 ആണെങ്കിൽ ദാറ്റ് ഇസ് നോർമൽ ഡിഫോൾട്ട്. അത് പ്രത്യേകിച്ച് അതിന് സർവീസ് ടൈപ്സ് ഒന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി. ഇനിയിപ്പോൾ 0001 ആണെങ്കിൽ കോസ്റ്റ് മിനിമൈസ്ഡ് കോസ്റ്റിൽ പോകുന്ന ഒരു ഡാറ്റാഗ്രാം ആണെന്ന് പറയും. 010 ആണെങ്കിൽ മാക്സിമം റിലയബിലിറ്റി, പിന്നെ 100 ആണെങ്കിൽ മാക്സിമം ത്രൂപുട്ട്, അതായത് 1000 ആണെങ്കിൽ മിനിമൈസ് ഡിലേ. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഈസ് അവർ നീഡ്, ചില പ്രോട്ടോകോൾസ് ഇപ്പം IGMP ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിലേ മിനിമൈസ് ചെയ്യണം എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ വലിയൊരു അർജൻറ്റ് ഡാറ്റ, മാനേജ്മെൻറ്റ് ഡാറ്റാസ് ഒക്കെ ആണെങ്കിൽ വി നീഡ് ടു റെഡ്യൂസ് ദ ഡിലേ, മിനിമൈസ് ദ കോസ്റ്റ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ഓഫ് സർവീസസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈ TOS ബിറ്റ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും പഠിക്കണം കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റഡ് സർവീസ് ആണ്. ഡിഫറൻഷ്യേറ്റഡ് സർവീസ് ഇതാണ് അതിൻ്റെ ഫീൽഡ്. 8 ബിറ്റാണ്. അപ്പോൾ മുമ്പത്തെ കാലത്ത് നമ്മൾ സർവീസ് ടൈപ്പ് എന്നാണ് പറഞ്ഞത്, അതിലാണ് TOS ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് ഡിഫറൻഷ്യേറ്റഡ് സർവീസസ് എന്നാണ് പറയുന്നത്. ഡിഫറൻഷ്യേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ 8 ബിറ്റ് ഉണ്ട്, പക്ഷെ ഇതിൽ ആദ്യത്തെ 6 ബിറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ബാക്കി 2 ബിറ്റ് നോട്ട് യൂസ്ഡ് ആണ്. ഓക്കെ, ഇനി ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ കോഡ് പോയിന്റിൽ 6 ബിറ്റ്സ് ഉണ്ട്. ഈ 6 ബിറ്റ്സിൻ്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് 000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 000 ആണെങ്കിൽ ഇതിൻ്റെ ഇത് 3 0 ആണെങ്കിൽ ഈ ബിറ്റ്സിൽ എന്താണോ വരുന്നത് ദാറ്റ് വിൽ പ്ലേ ആസ് ദ പ്രിസിഡൻസ് ടൈപ്പ് ഓഫ് സർവീസ്. പ്രിസിഡൻസ് എന്താ? പ്രിസിഡൻസ് എന്ന് പറഞ്ഞാൽ 000 തൊട്ട് 111 വരെ വേരി ചെയ്യുന്ന പ്രയോറിറ്റി പറയുന്ന ബിറ്റ്സ് ആണ്. ആ ബിറ്റ്സ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇത് 3 0 ആണെങ്കിൽ. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഫോർ എക്സാമ്പിൾ, ഇഫ് ദീസ് റൈറ്റ് ഹാൻഡ് സൈഡ് ബിറ്റ്സ് ആർ നോട്ട് 0, അത് 0 ആണെന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 0 അല്ലെങ്കിൽ, ഇതിപ്പോൾ 3 0 അല്ല, കണ്ടിന്യൂസ് ആയിട്ട് 0 വരണം കേട്ടോ, എന്നാൽ മാത്രമാണ് ഇത് 3 പ്രിസിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇത് 3 0 അല്ലെങ്കിൽ ഇത് 6 കൂടെ ഒരു കോമ്പിനേഷനിലേക്ക് പോകും. ആ കോമ്പിനേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് 3 കാറ്റഗറി ആയിട്ട്, ഈ 6 ബിറ്റിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാറ്റഗറീസ് ആർ ഇന്റർനെറ്റ്, ലോക്കൽ ആൻഡ് ടെമ്പററി ഓർ ടെമ്പറൽ കണക്ഷൻസ് എന്ന് പറയും. ഇനി ഇതെന്ന് പറയുന്നത് 64 സർവീസസ് ആണ് ഇത് കൊടുക്കുക. അതായത് 6 ബിറ്റ് എന്ന് പറയുമ്പോൾ 2⁶ കോമ്പിനേഷൻസ് അതിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 64 ബിറ്റ്സ് സർവീസസ് ആണ് അത് മെയിൻ ആയിട്ട് കൊടുക്കുക. 64 സർവീസസ് എന്ന് പറഞ്ഞാൽ ഈ 64 സർവീസസിൽ ആദ്യത്തെ കാറ്റഗറി, അതായത് ഈ ഇന്റർനെറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 32 സർവീസസ് കൊടുക്കും. സർവീസസ് എന്താണെന്നൊന്നും പഠിക്കണ്ട, ബാക്കി 2 കൂടി 16 സർവീസസും കൊടുക്കും. ഇനി എങ്ങനെയാണ് നമുക്കത് ഇന്റർനെറ്റിന്റെ കോഡ് പോയിന്റ് ആണോ, ലോക്കലിന്റെ കോഡ് പോയിന്റ് ആണോ, അല്ലെങ്കിൽ ടെമ്പററി കോഡ് പോയിന്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഏറ്റവും ഈ 6 ബിറ്റിലെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എൻ ഇന്റർനെറ്റ് കോഡ് പോയിന്റ്. ഇനി അത് 2 ബിറ്റ് 11 ആണെങ്കിൽ ദാറ്റ് ഈസ് ലോക്കൽ കോഡ് പോയിന്റ്, 01 ആണെങ്കിൽ ദാറ്റ് ഈസ് ടെമ്പററി കോഡ് പോയിന്റ്. ഇതാണ് ഡിഫറൻഷ്യേറ്റഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സർവീസിൽ തന്നെ 2 ഉണ്ട്. ഒരെണ്ണം ടൈപ്പ് ഓഫ് സർവീസ്, അത് പഴയ കാലത്തെയാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. മറ്റേത് ഡിഫറൻഷ്യേറ്റഡ് സർവീസസ് ആണ്. ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ബിറ്റ് എന്താ? പ്രിസിഡൻസ് ബിറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ആണ് കാണിക്കുക. 000 തൊട്ട് 111 വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെയുള്ള 4 ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് സം ടൈപ്പ് ഓഫ് സർവീസസ് ലൈക്ക് ഡിലേ, ത്രൂപുട്ട്,
cost and reliability. Okay, based on അപ്പം 0000 ആണെങ്കിൽ നോർമൽ ഡിഫോൾട്ട് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സർവീസ് അത് യൂസ് ചെയ്യും. ഇനി അടുത്തത് ഡിഫറൻഷിയേറ്റഡ്. നവ ഡേയ്സ് വി ആർ യൂസിങ് ഡിഫറൻഷിയേറ്റഡ് സർവീസസ്. ഡിഫറൻഷിയേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റിൽ ആദ്യത്തെ 6 ബിറ്റ്സ് എന്ന് പറയുന്നത് കോഡ് പോയിന്റ്സ് ആണ്. ലാസ്റ്റത്തെ 2 ബിറ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് യൂസ്ഡ്. ഈ 6 ബിറ്റിലെ റൈറ്റ് മോസ്റ്റ് 3 ബിറ്റ് 0 ആണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലെ 3 ബിറ്റ്സ് എന്തായിട്ട് ആക്ട് ചെയ്യും? പ്രയോറിറ്റി ബിറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും, സെയിം ആസ് ദാറ്റ് ഓഫ് സർവീസ് ടൈപ്പ്. ഇനി അല്ല ഇത് 3ഉം 0 അല്ലെങ്കിൽ ഇറ്റ് ഈസ് going to make 64 different services in which 32 services are category 1 service known as internet service, and the category 2 and 3 give total 16 service which is known as local service as well as temporary service. And how we can identify these services? If the rightmost bit, the last bit is 0, that is an internet service, and if it is 10 if it is 11 it is a local service, if it is 01 it is a temporary service. I think it's clear. Okay, അടുത്ത ഫീൽഡ് ആണ് നോക്കുന്നത്, ദാറ്റ് ഇസ് ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ HLEN എന്താ? ഹെഡർ ലെങ്ത്. ഹെഡറിൻ്റെ ലെങ്ത് 20 to 60 ബൈറ്റ്സിനുള്ളിൽ എന്താണ് ഹെഡറിൻ്റെ ലെങ്ത് എന്ന് എഴുതാം. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ഫ്രെയിമിൻ്റെ, അതായത് ഹെഡർ പ്ലസ് ഡാറ്റയുടെ ലെങ്ത് എഴുതണം. ഹെഡർ പ്ലസ് ഡാറ്റയുടെ ലെങ്ത് എഴുതാനുള്ള സ്ഥലമാണ് എന്ത്? ടോട്ടൽ ലെങ്ത്. അപ്പം നമുക്ക് ഡാറ്റയുടെ മാത്രം ലെങ്ത് കണ്ടുപിടിക്കാൻ സുഖം. എങ്ങനെയാ? ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഹെഡർ ലെങ്ത് മൈനസ് ചെയ്താൽ മതി. കുഞ്ഞു പിള്ളേരുടെ ഇക്വേഷൻ ആട്ടോ ഇത്. അപ്പം ടോട്ടൽ ഡാറ്റയുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ലെങ്ത് മൈനസ് ഹെഡർ ലെങ്ത്. ഇനി ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഫീൽഡ് 16 ബിറ്റ്സ് ആണ്. ടോട്ടൽ ലെങ്ത് ആ ഒരു ഫീൽഡിൻ്റെ കാണിച്ചു തരാം. നോക്കൂ, ടോട്ടൽ ലെങ്ത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 16 ബിറ്റ്സ് ആണ്. അപ്പോൾ 16 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര കോമ്പിനേഷൻസ് അതിന് ഉണ്ടാക്കാൻ പറ്റും? 2⁻16 കോമ്പിനേഷൻസ് അതിന് ഉണ്ടാക്കാൻ പറ്റും. 2⁻16 കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ 0 to 6553. അതുകൊണ്ടാണ് ടോട്ടൽ ലെങ്ത്, നിങ്ങൾ ഫസ്റ്റ് ഞാൻ കാണിച്ചപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6553 ബൈറ്റ്സ് ആണ്. 20 to 6553 ബൈറ്റ്സ് ആണ് എന്ത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി IPv4 ഫ്രെയിം ഫോമാറ്റ്. ഓക്കെ, അതിൽ ഈ 20 to 6553 20 to 60 ബൈറ്റ്സ് എന്താ? ഹെഡറാണ്. ബാക്കിയുള്ളതാണ് എന്ത്? ഡാറ്റയുടെ ലെങ്ത്. ഇനി അടുത്തത് ഒരു പുതിയ വലിയ ഒരു കോൺസെപ്റ്റാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡാറ്റ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വി നീഡ് അറൗണ്ട് 6553 അപ്പം നമ്മളിതിൽ പറഞ്ഞു, അതായത് ഡാറ്റാഗ്രാമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6553 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്രയാണ് ഇതിനെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫ്രെയിമിൻ്റെ ലെങ്ത്. അതിൽ 20 to 60 ബൈറ്റ്സ് ഹെഡറിൽ പോയി, ബാക്കിയുള്ള സംഭവമാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചില കേസസിൽ നമ്മൾ ഈ ഡാറ്റാഗ്രാം കുറേ നെറ്റ്വർക്ക്സിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലാനിൽ നിന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു എ വാൻ. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരു റൂട്ടറിൽ നമ്മുടെ ഒരു ഡാറ്റാഗ്രാം പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിമൂവ് ഇറ്റ്സ് ഹെഡർ ആൻഡ് ടെയിലർ. ഇറ്റ് വിൽ ഓൺലി ടേക്ക് ദാറ്റ് ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു ഫ്രെയിമിലേക്ക് എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ സെൻഡ് ചെയ്യുക. അപ്പം ഈ ഒരു ഫ്രെയിമിൻ്റെ ഫോർമാറ്റും സൈസും അത് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ലെയറിൽ നിന്നാണ് വരുന്നത് ആ ലെയറിൽ യൂസ് ചെയ്ത പ്രോട്ടോക്കോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ 6553 ആ ഒരു 2⁻16 - 1 ആ ഒരു വാല്യൂവിൽ തന്നെ ഒതുങ്ങുന്ന ഒരു ഡാറ്റയാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ സച്ച് സിറ്റുവേഷൻ വി ഹാവ് ടു ഫ്രാഗ്മെൻറ്റ് ദി ഡാറ്റ. ഫ്രാഗ്മെൻറ്റ് ദി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്? അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം അറിയണം, ദാറ്റ് ഇസ് MTU. MTU എന്ന് പറഞ്ഞാൽ മാക്സിമം ട്രാൻസ്ഫർ യൂണിറ്റ്. അതായത് മാക്സിമം ട്രാൻസ്ഫർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാക്സിമം ലെങ്ത് ഓഫ് ദി ഡാറ്റ ദാറ്റ് ക്യാൻ ബി എൻക്യാപ്സുലേറ്റഡ് ടു എ ഫ്രെയിം. നിങ്ങൾ മുമ്പ് സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചപ്പം എതർനെറ്റിൻ്റെ
മിനിമം ആൻഡ് മാക്സിമം റെസ്ട്രിക്ഷൻസ് പഠിച്ചായിരുന്നു. 46 ബൈറ്റ്സോ 1500 ബൈറ്റ്സ് എന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ 46 ബൈറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 0 പാഡ് ചെയ്ത് വിടും ഇല്ലേ? ഇനി ഈ 46 ബൈറ്റ്സിനെ മേലെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡാറ്റാഗ്രാം അങ്ങ് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഡിസ്കാർഡിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രാഗ്മെന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് MTUs എന്താണെന്ന് അറിയണം. MTU എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിലേക്ക് ഒരു ഡാറ്റാനെ എൻകാപ്സുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എത്ര ലെങ്ത് വേണം, അതിനെയാണ് നമ്മൾ MTU എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതൊരു ഡാറ്റാഗ്രാം ആണെങ്കിലും ഈ MTUവിനെക്കാട്ടിലും ചെറിയ ഒരു ലെങ്ത്, വളരെ ചെറുതല്ല, ഈ ഇപ്പോൾ 46 ബൈറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 46 വിത്തിൻ ദാറ്റ് 46 ബൈറ്റ്സ് ആയിരിക്കണം എന്ത് ആ ഡാറ്റാഗ്രാമിന്റെ ലെങ്ത്. അപ്പോൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചില പ്രോട്ടോകോൾസ് ആണ് ലൈക്ക് ടോക്കൺ റിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഡാറ്റ ലിങ്ക് ലെയർ. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ എതർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ടോക്കൺ റിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിമം അവരുടെ MTU എന്ന് പറയുന്നത് ഇത്രയാണ്, അതായത് 17,914 എതർനെറ്റ് ആണെങ്കിൽ 1500. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്ത് അവരുടെ MTUs എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ MTU എത്രയാണ്? 65536 അല്ലെ? അത്രയാണ് മാക്സിമം നമുക്ക് ഒരു ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൺസിഡർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ ഡാറ്റ ഹയർ ദാൻ ദാറ്റ്, സോ വി നീഡ് ടു ഗോ ഫോർ ഫ്രാഗ്മെന്റേഷൻ. അപ്പം ചില കേസസിൽ നമുക്ക് ഈ ഒരു ഡാറ്റാഗ്രാം പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഓപ്റ്റ് ചെയ്യുക? ഫ്രാഗ്മെന്റേഷൻ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ സോഴ്സ് അല്ല ഫ്രാഗ്മെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പാക്കറ്റ് ഒരു റൂട്ടറിലെത്തി അടുത്ത റൂട്ടറിലേക്ക് അതിന് പോകണമെങ്കിൽ വേറെ ഫ്രെയിമിലേക്ക് അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ എൻകാപ്സുലേഷൻ പറ്റാതെ ആകുമ്പോൾ ആ റൂട്ടർ അങ്ങ് പിടിച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യും, ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ട്രാൻസ്പോർട്ട് ലെയർ വിൽ ഇൻസ്റ്റഡ് സെഗ്മെന്റ് ദി ഡാറ്റ ഇൻ ടു സൈസസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസായിട്ട് അത് അതിനെ സെഗ്മെന്റ് ചെയ്യും. സെഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി അടുത്ത ഒരു റൂട്ടറിൽ പോയിട്ട് ആ റൂട്ടറിൽ നിന്ന് വേറൊരു റൂട്ടറിലേക്ക് പോകാൻ വീണ്ടും അതിനെ ഫ്രാഗ്മെന്റ് ചെയ്യണമെങ്കിൽ അഗൈൻ ഇറ്റ് വിൽ ബി ഫ്രാഗ്മെന്റഡ്. അപ്പോൾ ഒരു ഫ്രാഗ്മെന്റ് ഒറ്റ പ്രാവശ്യമല്ല ഫ്രാഗ്മെന്റ് ചെയ്യുക, ഇറ്റ് വിൽ അണ്ടർഗോ ദ ഫ്രാഗ്മെന്റേഷൻ സെവറൽ ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രോട്ടോകോൾസ് യൂസ്ഡ്, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നെറ്റ്വർക്ക്സ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ. അതുകൊണ്ടാണ് ഒരു ഡാറ്റാഗ്രാം ക്യാൻ ബി ഫ്രാഗ്മെന്റഡ് സെവറൽ ടൈംസ് ബിഫോർ ഇറ്റ് റീച്ചസ് ടു ദി ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് കുറേ ഒരു ഫ്രെയിം വന്നു, അതിനെ ഫ്രാഗ്മെന്റ് ചെയ്തു, വീണ്ടും ഫ്രാഗ്മെന്റ് ചെയ്തു, അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞ് ഫ്രാഗ്മെന്റേഷൻസ് വന്നു. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻസ് വരുമ്പോൾ നോർമലി നമുക്കത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ പക്ഷേ ഈ ഫ്രാഗ്മെന്റ്സിനെ എല്ലാം ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ് എടുക്കുക. അപ്പോൾ ഇവർക്ക് ഒന്നിനും കൺട്രോൾസ് ഒന്നുമില്ല, ഒന്നിനും ഗ്യാരണ്ടിയും ഇല്ല, കൺട്രോളും ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ റിസീവറിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് മെയിൻലി ഇതിൻ്റെ ലോജിക്കലി ഇതിൻ്റെ റീഅസംബ്ലിംഗ് ഒക്കെ നടക്കുക. അതെങ്ങനെയാണ് നടക്കണതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് റീഅസംബ്ലിംഗ് ഓഫ് ദ ഡാറ്റാഗ്രാംസ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഇടയിൽ ഒറ്റ റൂട്ടേഴ്സിലും റീഅസംബ്ലിംഗ് ഒന്നും നടക്കില്ല. ഓക്കെ, ഇനി മെയിനായിട്ട് ഇപ്പോൾ ഒരു ഡാറ്റാഗ്രാം വന്നു, ആ ഡാറ്റാഗ്രാം ഫ്രാഗ്മെന്റ് ആവുമ്പോൾ ഏതൊക്കെ ഫീൽഡുകളാണ് ചേഞ്ച് ആവുക? ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് ആൻഡ് ടോട്ടൽ ലെങ്ത് എന്തുകൊണ്ടാണ് ചേഞ്ച് ആവണേന്ന് ഞാൻ പറഞ്ഞു തരണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഡാറ്റ ഫ്രാഗ്മെന്റ് ആയി കഴിഞ്ഞാൽ ഡാറ്റയുടെ സൈസ് കുറഞ്ഞു, അപ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മൾ മാറ്റണമല്ലോ, അത് മാറും. ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് മാറും, ഫ്ലാഗ്സ് മാറും. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വി ആർ വിസിറ്റിംഗ് അവർ IPv4 data format. So we are going to look these three: identification, flag and fragmentation. ഈ 3 ഫീൽഡാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 16-bit ഫീൽഡാണ്. ഇത് യൂഷ്വലി ഒറിജിനേറ്റ് ചെയ്യുന്നത് സോഴ്സ് ഹോസ്റ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുക. ഇനി ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫീൽഡാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡാറ്റാഗ്രാം സെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഡാറ്റാഗ്രാംസ് സെൻഡ് ചെയ്യുന്നത് ഒരു കൗണ്ടർ വെച്ചിട്ടാണ് സെൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡാറ്റാഗ്രാം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൗണ്ടറിൽ 1 വരും. അടുത്ത ഡാറ്റാഗ്രാം സെൻഡ് ചെയ്യുമ്പോൾ ആ കൗണ്ടർ 2 ആവും. അപ്പോൾ ഒരു ഡാറ്റാഗ്രാം സെൻഡ് ചെയ്തിട്ട് ആ കൗണ്ടറിൽ ഏത് നമ്പറാണോ വരുന്നത് ആ നമ്പർ ഐഡന്റിഫിക്കേഷൻ ഫീൽഡിലേക്ക് അത് കോപ്പി ചെയ്യും.
എന്തിനാ കോപ്പി ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ആ ഫ്രെയിമിന്റെ നമ്പർ, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് ദ സീക്വൻസ് നമ്പർ ഓഫ് ദ ഫ്രെയിം. അഗെയിൻ ഗോയിങ് ടു ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോന്ന് നമ്മൾ സെൻറ്ററിൽ നിന്ന് സെൻഡ് ചെയ്യുമ്പോൾ റിസീവറിൽ എത്തണമെങ്കിൽ ദർ ഷുഡ് ബി എ നമ്പർ, അല്ലെ? ഒരു സീക്വൻസ് നമ്പർ വേണം, അല്ലെ? നമ്പർ ഇല്ലാതെ നമുക്ക് ഏതൊക്കെ ഫ്രെയിം എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ കൗണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓരോ ഡാറ്റാഗ്രാംസും സെൻഡ് ചെയ്യുമ്പോൾ വി വിൽ ഗീവ് എ നമ്പർ in the counter. That number is copied over to the identification field. ഇനി ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്ര ഫ്രാഗ്മെന്റേഷൻസ് നടന്നാലും, ഇപ്പോൾ 1 എന്ന് പറഞ്ഞ നമ്പറുള്ള ഫ്രെയിമാണ് ഫ്രാഗ്മെന്റ് ചെയ്ത് പോയാലും എല്ലാ ഫ്രാഗ്മെന്റേഷനിലും ഈ ഐഡന്റിഫിക്കേഷൻ നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ റീഅസംബിൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇപ്പോൾ 1 എന്നുള്ള ഒരു 1 എന്ന് കൗണ്ടറിൽ വന്നു, അത് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഇതിലേക്ക് കോപ്പി ചെയ്തു, അതിനെയാണ് ഫ്രാഗ്മെന്റ്സ് ആവുന്നെങ്കിൽ all the fragments will have 1. ഓക്കെ, ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ആണ്. ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു, അപ്പം ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് 13 ബിറ്റ് ഫീൽഡാണ്. അപ്പോൾ 3 ബിറ്റ് ഫീൽഡിൽ ഫസ്റ്റ് ബിറ്റ് ഇത് റിസർവ്ഡ് ആണ്, നോട്ട് യൂസ്ഡ്. ഓക്കെ, ഇനി ഉള്ളത് ഡിയും എം ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഫ്രാഗ്മെന്റ്, എം എന്ന് പറഞ്ഞാൽ മോർ ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരു 1 ബിറ്റ് ആണ്. അപ്പോൾ ഇതിൽ 0 വരാം അല്ലെങ്കിൽ 1 വരാം. അതുപോലെ തന്നെ ഇതിൽ 0 or 1 വരാം. ഇനി ഇതിൽ 1 ആണെന്ന് വിചാരിക്കുക. 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫ്ലാഗ്. 1 ആണെങ്കിൽ ദ തിങ് ഇസ് ദാറ്റ് വി കനോട്ട് ഫ്രാഗ്മെന്റ് ദിസ്. അതായത് ഈവൻ ഇഫ് MTU-നേക്കാളും, അതായത് മാക്സിമം ട്രാൻസ്ഫർ യൂണിറ്റിനേക്കാളും ലെങ്ത് കൂടിയ ഒരു ഡാറ്റയാണ് വരണമെങ്കിൽ ജസ്റ്റ് ഡിസ്കാർഡ് ഇറ്റ്. കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം ഇല്ല. ഫസ്റ്റ് തിങ്. ഇനി ഇതിൽ 0 ആണ് വരണമെങ്കിൽ വി ക്യാൻ ഫ്രാഗ്മെന്റ് ഇഫ് സോ അത്രയും അർജന്റ് ആണെങ്കിൽ വി ക്യാൻ ഫ്രാഗ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ. അതായത് അത്രയും ഹയർ പ്രയോറിറ്റി ഡാറ്റയാണ് വരുന്നത്. സോ ഇഫ് യു നീഡ് ടു ഫ്രാഗ്മെന്റ് യു ക്യാൻ ഫ്രാഗ്മെന്റ്, അതർവൈസ് യു കാൻ ഫ്രാഗ്മെന്റ്. ഓക്കെ, സോ ഡു നോട്ട് ഫ്രാഗ്മെന്റ്. എം എന്ന് പറഞ്ഞാൽ മോർ ഫ്രാഗ്മെന്റ്സ്. അതായത് 1 ആണെങ്കിൽ ഇതല്ല ഇതിന്റെ ലാസ്റ്റ്, അതായത് ഫ്രാഗ്മെന്റ് ചെയ്ത പീസ് ഇതല്ല, ഇനിയും കുറച്ചും കൂടെ വരാനുണ്ട്. മോർ ഫ്രാഗ്മെന്റ്സ് ആർ കമ്മിങ്. 0 ആണെങ്കിൽ ആ പാക്കറ്റ്, ഏത് പാക്കറ്റിലാണോ എം എന്ന് പറയുന്നത് 0 ആയിട്ട് നിൽക്കണേ, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പാക്കറ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്രാഗ്മെന്റഡ് പീസ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഇസ് ഫ്ലാഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലാഗിന്റെ വാല്യൂ കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രാഗ്മെന്റ്സിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ്. ഇതെന്ന് പറഞ്ഞ ഒരു ചെറിയ കോൺസെപ്റ്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം, ഇത് നോക്കേണ്ടി, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഫ്രെയിം വന്നു, ആ ഫ്രെയിമിനെ ഫ്രാഗ്മെന്റ് ചെയ്തു, സെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രെയിംസ് എവിടെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഒരു റിലേറ്റീവ് പൊസിഷൻ നമ്മൾ അറിയണം. ആ റിലേറ്റീവ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇത് എപ്പോഴും 8 ബൈറ്റ് ആയിട്ടാണ് പറയാം. 8 ബൈറ്റ്സിലാണ് എപ്പോഴും പറയാം. ഓക്കെ, 8 ബൈറ്റ്സ്. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദിസ് ഇൻ 8 ബൈറ്റ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് ഫ്രാഗ്മെന്റഡ് അഡ്രസ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 8. 8 കൊണ്ട് ഡിവിസിബിൾ ആയാൽ മാത്രമേ നമ്മൾ അത് ഫ്രാഗ്മെന്റ്, അത്രയും വെച്ച് നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ക്വിക്ക് ആയിട്ട് ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ 000 ആണ് ടു 3999, അതായത് 4000 ഇതുള്ള ഒരു ബൈറ്റ്സ് ഉള്ള ഒരു ഫ്രെയിമാണ്. 4000 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് MTU-നേക്കാട്ടിലും ചെറുതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 3 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദിസ് ഇസ് എ വെരി സ്മോൾ എക്സാമ്പിൾ ഫോർ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, അപ്പോൾ 3 ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം എന്ന് പറയുന്നത് 0 to 1399 ആണ്. ഓക്കെ, അപ്പോൾ ഈ 0 ഇസ് ഡിവിസിബിൾ ബൈ 8. സോ ഇറ്റ് വിൽ ഗെറ്റ് ദ പൊസിഷൻ ആസ് 0. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഏതാ? 0 ആണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഫ്രാഗ്മെന്റേഷൻ പ്രോസസ്സ് ചെയ്യുന്ന പൊസിഷൻ, ആദ്യത്തെ ഫ്രാഗ്മെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ 0 ആണ്. ഓക്കെ, ഇനി അടുത്ത ഇത് 1399 ആണ്. നമ്മൾ 1400 എടുക്കുകയാണ്. അപ്പോൾ അഗെയിൻ ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 8. When this is divisible by 8 we'll get 175. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡില്ലേ, അവിടെ നമ്മൾ 175 എന്ന് എഴുതും. അപ്പോൾ ഈ 175 ഇൻറ്റു 8 ബൈറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗെറ്റ് 1400 ബൈറ്റ്. മനസ്സിലായോ? അതുകൊണ്ടാണ് 175 എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എവിടെയാ ഈ ഫ്രാഗ്മെന്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാവും. 175 ഇൻറ്റു 8 ചെയ്താൽ 1400 അത്രാമത്തെ ബൈറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി വീണ്ടും വരുവാണ് 2800 to 3999. അപ്പോൾ 2800 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ 350 കിട്ടും. സോ നമ്മൾ അടുത്ത ഫ്രാഗ്മെന്റിന്റെ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റിന്റെ അവിടെ എന്ത് വെക്കും? 350 എന്ന് വെക്കും. അപ്പോൾ 350 ഇൻറ്റു 8 ചെയ്യുമ്പോൾ വാട്ട് വിൽ ഗെറ്റ് 2800. സോ വി ക്യാൻ ഗെറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദിസ് ഫ്രാഗ്മെന്റേഷൻ.
അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. അതായത് നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു പൊസിഷൻ അറിയാം, ഫ്രാഗ്മെൻറ്റ് ചെയ്ത പീസിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെ സ്ലൈഡ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൻ ഡാറ്റാഗ്രാം ഇസ് ഫ്രാഗ്മെൻറ്റഡ് വി ഹാവ് ടു ചേഞ്ച് ദ വാല്യൂസ് ഓഫ് 3 ഫീൽഡ്. ഫ്ലാഗ് മാറ്റണം, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് മാറ്റണം, ടോട്ടൽ ലെങ്ത് മാറ്റണം. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് ഓരോ ഫ്രെയിംസ് അല്ലെങ്കിൽ ഓരോ ഫ്രാഗ്മെൻറ്റഡ് പീസിനും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തിനാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ്സെറ്റ് എഴുതുന്നത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദ ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു ഫ്രാഗ്മെൻറ്റഡ് പീസ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇനി അപ്പം അത്രയും ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ ടൈം ടു ലൈഫ്. ടൈം ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മുമ്പ് പഠിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഡാറ്റ ഫ്രെയിമിനെ നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഏത് നോഡാണോ അത് സെൻഡ് ചെയ്യുന്നത് അതിനൊരു ടൈമർ ഉണ്ടാവും. ടൈമർ 5 സെക്കൻഡ്സിന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിക്രിമെൻറ്റ്, ഓരോ ടൈം അത് ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡിക്രിമെൻ്റ് ചെയ്ത് 0 എത്തുമ്പോൾ എന്തുണ്ടാവും? ആ പാക്കറ്റ് ഡിസ്കാർഡ് ആവും. അതുപോലെ തന്നെ IPv4 ടൈം ടു ലൈവ് എന്ന് പറയുന്നത് ഒരു ടൈമറാണ്. ഓക്കെ, ആ ടൈമറിൻ്റെ ഉള്ളിൽ ഒരു 100 നാനോ സെക്കൻഡ്സ് വെച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ടൈമർ വഹിക്കുന്ന ആ ഫ്രെയിം അല്ലെങ്കിൽ ആ പാക്കറ്റിന് 100 നാനോ സെക്കൻഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡിസ്കാർഡ്. അപ്പോൾ 100, പിന്നെ അത് 99, 98, 97, 90 അങ്ങനെ കുറഞ്ഞു വന്ന് എപ്പോൾ 0 ആവുന്നോ അപ്പോൾ ഡിസ്കാർഡ് ആവും. അപ്പോൾ ആ 0 ആവുന്നതിന് മുമ്പ് വേർ ഇറ്റ് ഹാസ് ടു റീച്ച് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ യൂഷ്വലി ഈ വാല്യൂ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് റൂട്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ 2 ടൈംസ് കൂടുതലായിരിക്കും. എപ്പോൾ ഇത് 0 ആവുന്നോ അപ്പോൾ ഏത് റൂട്ടറിലാണ് നിൽക്കുന്നത് ആ റൂട്ടർ അത് ഡിസ്കാർഡ് ചെയ്ത് കളയും. ദിസ് ഇസ് ടൈം ടു ലൈഫ്. അതായത് എത്ര ടൈം ലൈവായിട്ട് പാക്കറ്റിന് നിൽക്കാൻ പറ്റും, അതാണ് ടൈം ടു ലീവ്. ടൈം ടു ലീവ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡാറ്റ പറഞ്ഞിരുന്നു, അതായത് ഹെഡർ ഉണ്ട്, ഡാറ്റ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ സെക്ഷൻ ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് പ്രോട്ടോകോളിൻ്റെ വാല്യൂ ആണ് നമ്മൾ പ്രോട്ടോകോൾ ഫീൽഡിൽ എഴുതേണ്ടത്. അതായത് ചിലപ്പോൾ ICMP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ്, IGMP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോകോൾ ആണ്. ഇതൊക്കെ എന്ത് പ്രോട്ടോകോൾസ് ആണ്, എന്തിനാണ് യൂസ് ചെയ്യണതെന്നൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കും. അതായത് ICMP എന്ന് പറഞ്ഞാൽ മെസ്സേജിങ് പ്രോട്ടോകോൾസ് ആണ്, കൺട്രോൾ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് കൺട്രോൾ ഡാറ്റാസ് ആണെങ്കിൽ വിൽ ബി യൂസിങ് ICMP. അപ്പോൾ ICMP എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടോകോൾ ഫീൽഡിൽ നമ്മൾ 1 എന്ന് ഇടണം. ഓക്കെ, അതാണ് പ്രോട്ടോകോൾ ഫീൽഡ്. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 000000 ഇട്ടിട്ട് 1, അത്രയേ ഉള്ളൂ. അത് 89 വരെയാണ്. OSPF എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഷോർട്ട് പാത്ത് ഫസ്റ്റ്, അത് റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, UDP എന്ന് പറയുന്നത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അങ്ങനെ സെവറൽ. ജസ്റ്റ് ഏത് പ്രോട്ടോകോൾ ആണോ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നത്, വിച്ച് പ്രോട്ടോകോൾ അവർ ഡാറ്റ ബിലോങ്സ്, അതാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? പ്രോട്ടോകോൾ ഫീൽഡിൽ എഴുതേണ്ടത്. ഒരു 8 ബിറ്റ് ഫീൽഡാണ്. അത്രയും അറിഞ്ഞാൽ മതി. അടുത്തത് ചെക്സം ആണ്. യു നോ ഇറ്റ്. വാട്ട് ഇസ് ചെക്സം? എറർ കൺട്രോൾ. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ചെക്സം എങ്ങനെ ചെയ്യേണ്ടതെന്നും പഠിച്ചിട്ടുണ്ട്. സോഴ്സ് അഡ്രസ് എന്താ? എവിടേക്കാണോ ഡിഫൈൻസ് ദ അഡ്രസ് ഓഫ് ദ സോഴ്സ്, എവിടെ നിന്നാണോ നമ്മുടെ ഡാറ്റാഗ്രാം വരുന്നത് അതിൻ്റെയാണ് സോഴ്സ് അഡ്രസ്. വാട്ട് ഇസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്? എവിടേക്കാണോ നമ്മുടെ ഡാറ്റാഗ്രാമിന് എത്തേണ്ടത് അതാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ്റെ സമയത്തൊന്നും ഈ ഫീൽഡുകളൊന്നും മാറില്ല കേട്ടോ. And the last one is options. As the name suggests, it is optional. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹെഡർ എന്ന് പറയുന്നത് 2 പാർട്ട് ഉണ്ട്. ഫിക്സഡ് പാർട്ടാണ്, പാർട്ട് ആൻഡ് വേരിയബിൾ പാർട്ട്. അതിൽ ഫിക്സഡ് പാർട്ട് എന്ന് പറയുന്നത് 20 ബൈറ്റ്സ് ആണ്, 5x4 ബൈറ്റ്. ഓക്കെ, അതാണ് എന്ത് 20 ബൈറ്റ്സ്. ബാക്കി 40 എന്ന് പറയുന്നത് 10x4 ബൈറ്റ്സ്. 10x4 ബൈറ്റ്സ് ഇറ്റ്സ് ഓപ്ഷണൽ, വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിലും ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് ആണ്. അപ്പോൾ നോർമലി നെറ്റ്വർക്ക് ടെസ്റ്റിങ്ങും ഡീബഗിങ് ആകുമ്പോൾ നിങ്ങളുടെ ഒരു സ്കോപ്പ് ഓഫ് ഇതിൽ നിൽക്കത്തില്ല. ഇത് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇറ്റ് ഹാസ് ടു എക്സ്പ്ലെയിൻ മോർ. കൂടുതൽ നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ടാക്സോണമി മാത്രം പഠിക്കുക. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സിംഗിൾ ബൈറ്റ് ഓപ്ഷൻസ് ആൻഡ് മൾട്ടി ബൈറ്റ് ഓപ്ഷൻസ്. സിംഗിൾ ബൈറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോ ഓപ്പറേഷൻ ആൻഡ് എൻഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ സിംഗിൾ ബൈറ്റ് ആദ്യം പറഞ്ഞുതരാം. നോ ഓപ്പറേഷൻ ആൻഡ് എൻഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ
ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താ, ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ വെക്കാം. അപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഡാറ്റാഗ്രാമിന് ഒരു ഓപ്ഷൻ വേണം എന്ന് തോന്നുകയാണ്, അതായത് ആ ഒരു ബൈറ്റ്സ് വെറുതെ വിടാൻ ഇഷ്ടമില്ല എന്ന്, ഒരു കറക്റ്റ് 60 ബൈറ്റ്സ് തന്നെ വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ നോ ഓപ്പറേഷൻ എടുത്ത് വെക്കും. അതായത് ഒരു 1 ബൈറ്റ് ഓപ്ഷൻ ആണ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫില്ലേഴ്സ്. അതായത് ജസ്റ്റ് ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോ ഓപ്പറേഷൻ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, എന്നാൽ ബൈറ്റ്സ് വെറുതെ പോകണ്ട, ഒരു ഓപ്ഷൻ ഇരുന്നോട്ടെ, അതാണ് നോ ഓപ്പറേഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു പാഡ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഓപ്ഷനാണ് ദ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് ഓഫ് ഓപ്ഷൻ. അഗെയിൻ ദാറ്റ് ഇസ് എ സിംഗിൾ ബൈറ്റ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് മൾട്ടി ബൈറ്റ് ആണ്. ജസ്റ്റ് എന്താണെന്ന് പഠിക്കാം. മൾട്ടി ബൈറ്റിൻ്റെ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് റൂട്ട്. പേരിന്ന് പഠിക്കുക, കാരണം ഇതൊന്നും ചിലപ്പോൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. റെക്കോർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡാറ്റാഗ്രാം സെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഓപ്ഷൻ വേണമെങ്കിൽ മതി. ഇനി ഇൻ കേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് റൂട്ട് ഇടാന്ന് വിചാരിക്കുക. റെക്കോർഡ് റൂട്ട് ഇടാണെങ്കിൽ നമ്മുടെ ഡാറ്റാഗ്രാം എവിടേക്ക് പോയോ ആ റൂട്ട്സ് എല്ലാം അതിൽ റെക്കോർഡഡ് ആയിരിക്കും. ഓക്കെ, അതാണ് റെക്കോർഡ് റൂട്ട്. അത് 9 റൂട്ടർ അഡ്രസ്സസ് വരെ അതിന് സേവ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ, അതായത് നമ്മുടെ കറക്റ്റ് സിങ്കർണൈസ്ഡ് ആയിട്ടാണ് റൂട്ടേഴ്സ് വർക്ക് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് പർപ്പസസിൽ നമുക്ക് ഇത് റെക്കോർഡ് റൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്ട്രിക്റ്റ് സോഴ്സ് റൂട്ട്. സ്ട്രിക്റ്റ് സോഴ്സ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സ് തന്നെ ഒരു പ്രീഡിറ്റർമിൻ ചെയ്യുക, ഒരു റൂട്ട് പ്രീഡിറ്റർമിൻ ചെയ്യുക, എന്നിട്ട് പറയാണ് ഈ ഡാറ്റാഗ്രാം ഈ റൂട്ടിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്ത് പ്രീഡിറ്റർമിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഓപ്റ്റ് ഫോർ സ്ട്രിക്റ്റ് സോഴ്സ് റൂട്ട്. സ്ട്രിക്റ്റ് സോഴ്സ് റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പാത്താണ് തന്നിരിക്കുന്നത് അതിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, വേറെ ഒറ്റ പാത്ത് എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലൂസ് സോഴ്സ് റൂട്ട്. സെയിം തന്നെയാണ്, സ്ട്രിക്റ്റ് സോഴ്സ് റൂട്ട് എടുത്തില്ല, അതുപോലെ തന്നെ ലൂസ് സോഴ്സ് റൂട്ട്. എഗെയിൻ സോഴ്സ് ഡിറ്റർമിൻ ചെയ്യാണ് ഏത് പാത്തിക്കോടെയാണ് പോകേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ ആ പാത്തിക്കോടെ മാത്രമേ പോകാൻ പാടുള്ളൂ. പക്ഷേ വേണമെങ്കിൽ അടുത്തുള്ള റൂട്ടേഴ്സിലേക്കും ഒന്ന് പതുക്കെ പോയിട്ട് വരാം. ഓക്കെ, നിർബന്ധമില്ല ആ പാത്തിക്കോടെ തന്നെ പോകണം, പക്ഷെ ലെസ് റിജിഡ് ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ വിസിറ്റ് അതർ റൂട്ടേഴ്സ് ഓൾസോ. ഇനി ഒരു ടൈം സ്റ്റാമ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ ടൈം ഓഫ് ദ ഡാറ്റാഗ്രാം പ്രോസസ്സിംഗ് ബൈ ദ റൂട്ടർ. ഓക്കെ, അതായത് നമ്മുടെ ഡാറ്റാഗ്രാം ഒരു റൂട്ടർ എത്ര സമയം എടുത്തു, സെൻട്രൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്താൻ എത്ര സമയം എടുത്തു എന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈം സ്റ്റാമ്പ് ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതായത് അത് മില്ലി സെക്കൻഡ്സിലാണ് എടുക്കുക. അതായത് ഒരു റൂട്ടറിൽ നിന്ന് അടുത്ത റൂട്ടറിൽ അത് എത്ര സമയം സ്പെൻഡ് ചെയ്തു, എത്ര സമയം എടുത്തിട്ടാണ് അടുത്ത റൂട്ടറിൽ എത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് ഓപ്ഷൻ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് IPv4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് IPv4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 20 byte to 40 byte ഹെഡർ ഉള്ള ഒരു അഡ്രസ്സിംഗ് ഫ്രെയിം ഫോർമാറ്റ് ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി ഓൾ ദ ഫീൽഡ്. പക്ഷെ ഓർത്തിരിക്കാൻ ഞാൻ ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, ബിറ്റ്സ് ഒക്കെ ഓർത്തിരിക്കാൻ, കാരണം ഓരോ റോലും 32 ബിറ്റ്സേ ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. സോ താങ്ക്സ്.